കുറെ ദിവസമായല്ലോ എന്നെ പിടിക്കാൻ സാറിങ്ങനെ നടക്കുന്നു. സാറ് വെറുതെ സമയം കളയണ്ട. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ എന്റെ അമ്മയെ കാണാൻ പോവാ. ഓക്കേ. അപ്പഴേ കാക്ക ഇവിടെ കുത്തിയിരുന്ന് വീട് ചേർക്കുന്നു, ഞാനിവിടെ കുത്തിയിരുന്ന് കെട്ടുന്നു. ഇതൊരു മെനക്കെട്ട പണിയാണല്ലോ. വീട് ചേർക്കാൻ മിഷൻ കണ്ടുവച്ചിരുന്നെങ്കിലോ? പോടാ ഹിമാറെ, നിന്റെ ബയറ്റ് പൈപ്പ് മുടക്കാൻ നോക്കുന്നു. അനക്ക് വയ്യെങ്കിലും വെച്ചു പോ. കാക്കയ്ക്ക് വയസ്സായില്ലേ, ഇനി എന്തിനാ വീടും തീർത്തോണ്ടിരിക്കുന്നേ? ചുമ്മാ ഇരുന്നൂടെ? ഞമ്മള് ചുമ്മാ ഇരുന്നാലേ ഞമ്മളെ മോളുടെ കല്യാണം നടക്കില്ല. രൂപ എത്ര ഉണ്ടാക്കണം എന്നറിയോ നിനക്ക്? എന്താ രൂപയെ പറ്റി സംസാരിക്കുന്നത്? സെൽമയുടെ കല്യാണത്തിന് എത്ര രൂപ ചെലവാകും? കുറഞ്ഞത് ഒരു 10-15,000 രൂപ ഇല്ലാതെ എങ്ങനെയാടാ ഇക്കാര്യത്തിൽ പെൺകൊച്ചിനെ കെട്ടിച്ചയക്കുന്നത്? സെൽമേ, ബാപ്പ എവിടെ? എന്തിനാ? നിന്നോട് ഇപ്പൊ പറയാൻ മനസ്സില്ല. ബാപ്പയോട് പറയേണ്ട കാര്യം ഞാൻ ബാപ്പയോട് പറഞ്ഞോളാം. എന്നാ പിന്നെ ബാപ്പയോട് ചോദിക്കാറുന്നില്ലേ ബാപ്പ എവിടാന്ന്? ദേ, വല്ല പെമ്പിളാരെയും കയറി ഞൊട്ടരുത് കേട്ടോ. വല്ല പെമ്പിള്ളാരുമാണോടി? നീ എന്റെ പെങ്ങളല്ലേ? എന്റെ കല്യാണത്തിന്റെ കാര്യം പറയാനാ ബാപ്പയെ തിരക്കിയത്. ആ, എങ്ങനെയെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ അല്ല, ഇവിടുന്ന് ഒരു ശല്യം ഒഴിഞ്ഞേനെ. എന്നാ എളുപ്പമൊന്ന് ഒഴിവാക്കാൻ നോക്ക്. കാക്ക എവിടെ പോയിരുന്നു? നമ്മൾ വീഡിയോ എടുക്കാൻ പോയതാ. വരുന്ന വഴിക്ക് സലീമിന്റെ കൊച്ചാപ്പയെ നമ്മൾ കണ്ടു. ഓന്റെ തള്ള ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. കല്യാണം എളുപ്പം നടത്തണമെന്ന് പറയാനായിരിക്കും. എന്നാ ഞമ്മക്ക് തോന്നുന്നു. ഇതങ്ങോട്ട് പിടിച്ചേ. ഇതെന്തിനാ? സെൽമയുടെ കല്യാണം ചെലവിന്. ഇത് പോക്കറ്റ് അടിച്ചതായിരിക്കും. പോക്കറ്റടിച്ച കാശ് കാക്ക മേടിക്കില്ലെന്ന് എനിക്കറിയാം. ഇന്ന് ഇവരിന് കിട്ടി. വല്ലയിടത്തും കടം വാങ്ങിച്ചോ? അല്ല, ഞാൻ എന്റെ മോട്ടോർ സൈക്കിൾ വിറ്റതാണ്. മോട്ടോർ സൈക്കിൾ ഇവിടെ നിന്നുണ്ടായതാടാ. അതും നീ പോക്കറ്റ് അടിച്ച കാശ് കൊണ്ട് വാങ്ങിച്ചല്ലേ? ഗോപി, നമ്മൾ 5 നേരം പടച്ചോന്റെ മുമ്പിൽ കുമ്പിടുന്നവനാ. ഈ കാശ് വാങ്ങി നമ്മളെ മോളെ കെട്ടിച്ചാല് നമ്മൾ പടച്ചോന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വിടാ. കാക്ക, നിങ്ങളിത് വാങ്ങിക്കണം. കാശില്ലാത്തത് കൊണ്ട് എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കരുത്. എടാ, ഇവളിവിടെ വന്ന് മൂത്ത് നരച്ചാലും കട്ടും മോട്ടിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് ഞമ്മളെ മോളെ നിൽക്കാൻ നടത്തണ്ട. നമ്മളെ കയ്യിൽ കാശുണ്ടാവുമ്പോ മോളെ നിക്കാഹ് നടത്തിക്കോളാം. നീ വിഷമിക്കണ്ട. പോയിക്കോ. ബാപ്പ വല്ല നിസ്കാരം നോയിപ്പുള്ള ആളല്ലേ? മനുഷ്യരുടെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് പഠിച്ചും പറഞ്ഞിട്ടുണ്ടോ? പാവം ഗോപിയേട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഇങ്ങനെയൊന്നുമല്ല മനുഷ്യരുടെ അടുത്ത് പെരുമാറേണ്ടത്. ഗോപി, ആ കാശിനതാ. എടാ, എന്നോട് ചോദിച്ചു കേട്ടില്ലേ ആ കാശിന് തരാൻ? കാശ് വേണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്കിപ്പോ അത് വേണം. കൊടുത്താ അത് ഗോപി, കാക്ക എന്താ വല്ലാണ്ട് ഇറങ്ങി പോകുന്നത്? ഗോപിക്ക് എന്ത് പറ്റി? കണ്ണു നനഞ്ഞിരിക്കുന്നു.
സെൽമയുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. അതിനെന്താ? കല്യാണ ചെലവിനുള്ള പണം കാക്കയുടെ കയ്യിലില്ല. അത് സാരമില്ല, പണം ഞാൻ തരാം. നിന്റെയും എന്റെയും പണത്തിന് വിലയില്ലാത്ത സ്ഥലമാണത്. നമ്മൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് കാക്കയ്ക്കറിയാം. ആ പണം നിശ്ചിതമായി കരുതുന്ന ആളാണ് കാക്ക. നമ്മൾ ഒരിടത്ത് തെറ്റി, പിന്നെ നമ്മുടെ ജീവിതം തന്നെ ഒരു തെറ്റായി. ഞാനെങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് എന്റെ അമ്മയ്ക്ക് അറിയാമായിരിക്കും. സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരും പറഞ്ഞേനെ എന്റെ പണം വേണ്ടെന്ന്. നമ്മൾ വന്നത് കല്യാണം വേഗം നടത്തണമെന്ന് പറയാനാ. അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അതിന് എനിക്ക് ചില ചട്ടപട്ടങ്ങളൊക്കെ ഒപ്പിക്കാനുണ്ട്. അതൊന്ന് ശരിയാകട്ടെ. പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എല്ലാം ഒത്തുവരുമെന്ന് കാത്തിരുന്ന ഒന്നും നടക്കൂല. ഉള്ളത് വെച്ചുകൊണ്ട് നമുക്കിതങ്ങോട്ട് നടത്താം. അത് മതി. ദാ, ഞാൻ അവർക്ക് ഇത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാ, ഇതൊക്കെ എന്തിനാ? വേണ്ടായിരുന്നു. ഇതൊന്നും നിങ്ങൾക്കല്ല, എന്റെ മോക്കാ. മോളെ സൽമ, മോളെ ദേ ഇതൊക്കെ നിനക്കാ. വാങ്ങിച്ചോളൂ. ഇനി ഒന്നും ആലോചിക്കണ്ട. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കല്യാണം നടത്താം. അല്ലാ, ഹലോ, ഞാനാ സാവിത്രി. എന്താ മോളെ? മമ്മി, അമ്മയ്ക്ക് സൂക്കേട് കൂടുതലാ. ഹോസ്പിറ്റലിൽ ഇരുന്ന് പോയിട്ട് വരാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്നെങ്കിലും നേരത്തെ വന്നൂടെ? വർക്ക്ഷോപ്പിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു സൽമേ. എന്നാ ഇത് വെച്ചു. 1000 രൂപ ചോദിച്ചതാ, 500 രൂപ കിട്ടിയുള്ളൂ. ഇന്നും കണക്ക് നോക്കി. ഈ മാസവും നഷ്ടം തന്നെ. പണം വരുന്നതിന് ഒരു കുറവുമില്ല. ചെലവഴിത്തള്ളാൻ ആർക്കാ കഴിയാത്തത്? നിങ്ങൾ ഇങ്ങനെ രാത്രിയും പകലും കിടന്ന് ജോലി ചെയ്യുന്നു, അനുഭവിക്കാൻ വേറെ ആളും. ഞാനും ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അയാളുമായി കണക്ക് പറഞ്ഞു പിരിയണം. അതാ നല്ലത്. ഒരു വല്ലതും കഴിക്കാം.